പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണല്ലോ. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് നോക്കിക്കോ. In the following rectangle, some squares of side 1 cm each are arranged. 1 cm ലെങ്ത് ഉള്ള 4 സൈഡിൽ 1 cm ഈച്ച് ആയിട്ടുള്ള ഒരു 4 സ്ക്വയർ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. ഹൗ മെനി സ്ക്വയേഴ്സ് വിത്ത് സൈഡ് 1 cm ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻസൈഡ് ദിസ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിനകത്ത് ആകെ മൊത്തം എത്ര റെക്റ്റാങ്കിൾസ് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. Then option B, what is the area of this rectangle? ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. Then what are the length of the side of this rectangle? റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ നീളം, രണ്ട് വശത്തിൻ്റെയും നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ? നമുക്ക് നോക്കാം ആൻസേഴ്സ്. ഇവിടെ നമ്മൾ ഇതിനകത്ത് അടുക്കി വയ്ക്കാൻ പറ്റുന്ന സ്ക്വയേഴ്സിൻ്റെ എണ്ണം നോക്കുക. ഇവിടെ 1 2 3 4. ഈ നമുക്ക് കോളം നോക്കുമ്പോൾ 4 എണ്ണവും റോ നോക്കുമ്പോൾ 1 2 3 4 5 എണ്ണം. അപ്പോൾ ഇതിൽ 5 10 15 20 ശരിയല്ലേ? 20 എണ്ണം വരില്ലേ? നമ്പർ ഓഫ് കോളംസ് ഇൻ 1 കോളം 4 സ്ക്വയേഴ്സ്, ഇൻ 1 റോ 5 സ്ക്വയേഴ്സ്. ടോട്ടൽ സ്ക്വയേഴ്സ് എത്രയാണ് വരുന്നത്? ടോട്ടൽ വരുന്നത് നമുക്ക് 20 എണ്ണമാണ്. ഇനി ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ എണ്ണി എടുത്താൽ പോലെ എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 20 ആണ്. അപ്പോൾ 20 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് ഏരിയ. ഇനി ലെങ്തും വിഡ്ത്തും ചോദിച്ചിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? നീളം എന്ന് പറയുന്നത് 5ഉം വീതി എന്ന് പറയുന്നത് 4ഉം ആയിരിക്കും. സോ ആൻസർ ലെങ്ത് 5, വിഡ്ത്ത് 4. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പെരിമീറ്റർ എന്ന് പറയുന്നത് അറിയാലോ, ഇവിടെ നമുക്ക് 5 എന്നുണ്ട്. ഇത് 4, ഇത് 5, ഇത് 4. 5 5 10, 4 4 8, 10 8 18. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 × 5 + 2 × 4, അതായത് 10 + 8 18 എന്ന് എഴുതാം. ഓക്കെ. ആക്ടിവിറ്റി 2, ദ റിമൈൻഡർ വെൻ ദ നമ്പർ 3624 ഈസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഗിവൻ ബിലോ. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 10? വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 5? വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 2? What is the remainder when divided by 4? What is the remainder when divided by 100? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓരോന്നിനും ഓരോ മാർക്കാണ്. നമുക്ക് നോക്കാം. ഒരു സംഖ്യയെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 0 ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ? റിമൈൻഡർ 0 വരുള്ളൂ. ബാക്കി ലാസ്റ്റ് ഡിജിറ്റ് എന്താണോ അതായിരിക്കും റിമൈൻഡർ. ദ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസിൽ വരുന്ന ആൾ ആരാണോ അതായിരിക്കും റിമൈൻഡർ എന്ന് പറയുന്നത്. ഇനി ഒരു നമ്പറിനെ 5 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ യൂണിറ്റ് പ്ലേസിലെ നമ്പർ 5നേക്കാളും താഴെയാണെങ്കിൽ അതായിരിക്കും റിമൈൻഡർ. ഇനി ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ ഈവൻ ആണോ ഓഡാണോ നോക്കിയാൽ മതി. ഈവൻ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. അതുപോലെ റിമൈൻഡർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഒരു നമ്പറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 4ൻ്റെ ടേബിളിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 4 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. സോ 6 4s are 24 അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? 4ൻ്റെ ടേബിളിൽ ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ റിമൈൻഡർ എന്താണ്? 0. ഇനി 100 കൊണ്ടാണ് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ലാസ്റ്റ് വരുന്ന ഒരു നമ്പർ ആയിരിക്കും റിമൈൻഡർ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാസ്റ്റിൽ വരുന്ന 0 അല്ല എങ്കിൽ ലാസ്റ്റിൽ വരുന്ന 2 നമ്പർ ആയിരിക്കും റിമൈൻഡർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് പെരിമീറ്റർ 14 സെൻറ്റിമീറ്റർ. വരച്ച് നോക്കാം. ഏരിയ = 12 സെൻറ്റിമീറ്റർ എന്നും പെരിമീറ്റർ എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ എന്നും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? പെരിമീറ്ററിൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് ഓഫ് പെരിമീറ്റർ. ആദ്യം ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഹാഫ് ഓഫ് പെരിമീറ്റർ എന്ന് വെച്ചാൽ 14ൻ്റെ പകുതി, അതായത് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ സം ഓഫ് ദ സൈഡ്സ്, അതായത് ഈ 2 വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 7.
ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നത് 7. അങ്ങനെയാണ് 7 7 14. അപ്പം 7 രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് 7 കിട്ടണം. അതേ അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ ഏരിയ എന്ന് പറയുന്നത്. അതേ രണ്ട് സംഖ്യ ഗുണിച്ചാൽ നമുക്ക് 12 കിട്ടണം. അപ്പോൾ നമ്മളിത് എങ്ങനെ കണ്ടെത്തുക? 12 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 12 ആൻസർ ആയിട്ട് വരുന്ന എല്ലാ സാധ്യതയും നമ്മൾ എഴുതുക. 1 × 12 12 വരും. 2 × 6 12 വരും. 3 × 4 12 വരും. ഈ 3 കേസല്ലേ ഉള്ളൂ. ഇതിൽ ആരൊക്കെ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 7 കിട്ടും? 3 × 4. അപ്പോൾ സൈഡ്സ് റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് കിട്ടി. ലെങ്ത് ഈക്വൽ ടു 4ഉം ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 3ഉം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് 4ഉം 3ഉം വെച്ച് എന്ത് ചെയ്യാം? റെക്റ്റാങ്കിൾ ഫോം ചെയ്യാം. അപ്പം 4 സെൻറ്റിമീറ്ററിൽ നമ്മൾ വരച്ചു. 3 സെൻറ്റിമീറ്റർ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കണേ. ടീച്ചറുടെ കയ്യിൽ അതില്ല. നിങ്ങൾ അതെടുത്ത് വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ കുത്തനെ മുകളിലേക്ക് വരയ്ക്കണം കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കിൾ ഫോം നിങ്ങൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മട്ടം ഉപയോഗിച്ച് കറക്റ്റ് കുത്തനെ മുകളിലേക്ക് വരച്ചെടുക്കണം കേട്ടോ. ഇത് 4 cm 3 cm ശരിയല്ലേ? 4 3s 12ഉം കിട്ടും. സമ്മ് എടുക്കുമ്പോൾ 4 4 8 3 3 6 8 6 14. കറക്റ്റ് അല്ലേ? പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 14 കിട്ടുകയും ചെയ്യും. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. ഇഫ് 125 × 8 = 1000, then what is 125 × 24? Then option B, if 900 divided by 3 = 300, then what is 900 divided by 15? Option C, 90 biscuits are to be distributed among 15 children. How many biscuits should be given to each child to ensure that the division is the same? Okay. ഓപ്ഷൻ എയിലെ ക്വസ്റ്റ്യൻ ഇതാണ്. 125 × 8 1000 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 125 × 24 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 125 × 24നെ 8 × 3 എന്ന് എഴുതാമല്ലോ. 125 × 8 നമുക്കറിയാം എത്രയാണ്? 1000. സോ 1000 × 3 ചെയ്താൽ പോരെ? 1000 × 3 എത്രയാണ്? 3000. ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. ഇവിടെ ചോദ്യം 900 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. 300 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 900 ഡിവൈഡഡ് ബൈ 15 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഡിവൈഡിങ് സക്സസീവ്ലി ബൈ ഫാക്ടേഴ്സ്, അതാണ് ഈസി മാർഗം കേട്ടോ. അതായത് ഫാക്ടറുകളാക്കുക. 15നെ നമ്മൾ എന്താക്കുക? ഫാക്ടേഴ്സ് ആക്കുക. 900 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ആദ്യം 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 അല്ലേ? അപ്പോൾ 15നെ ഈ 900നെ ആദ്യം നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസറായ 300 എഴുതുന്നു. ആ 300നെ എന്തുകൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 30 വരുന്നത്? 60 അല്ലേ? ആൻസർ ഈസ് 60. 6 5 30 ഈ ഒരു 0. ആൻസർ ഈസ് 60 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ മുകളിൽ പറഞ്ഞ ആശയം ഉപയോഗിച്ച് 90 biscuits are to be distributed among 15 children. അപ്പോൾ ദ ബിസ്ക്കറ്റ് ഈച്ച് പേഴ്സൺ ഗെറ്റ് എന്ത് ചെയ്താൽ മതി? നമ്മൾ 90യെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. അപ്പോൾ ഇത്ര വലിയ നമ്പർ കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പാടാകുമ്പോൾ എന്ത് പറയാം? നമ്മൾ സക്സസീവ്ലി ഡിവൈഡഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് 15 അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? 900 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? 3 × 5 എന്ന് നമുക്ക് എഴുതി ചെയ്യാം. ആദ്യം 900നെ 90യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 90 ഡിവൈഡഡ് ബൈ 3 എത്ര? 3 3s 9. ആൻസർ 30 വരും. അഗെയിൻ 30നെ 5 കൊണ്ട് ഡിവൈഡ്. 6 5 30. ഓരോ കുട്ടിക്ക് എത്ര കിട്ടും? 6 ബിസ്ക്കറ്റ് വീതം കിട്ടും. അടുത്ത ആക്ടിവിറ്റി 5. ഇഫ് ദ ലെങ്ത് ഓഫ് എ ഡെസ്ക് ഈസ് 1 meter and 90 centimeters. ഓപ്ഷൻ എ, റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ആസ് ഫ്രാക്ഷൻ. റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഇൻ മീറ്റേഴ്സ്. റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. നോക്കാം. നമ്മളിതിനെ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ 1 meter അങ്ങനെ തന്നെ എഴുതി. 90 സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് എഴുതി. 90 ഡിവൈഡഡ് ബൈ 100 meter എന്ന് എഴുതണം. ഓക്കെ. 190 ഡിവൈഡഡ് ബൈ 100 meter. അടുത്ത ഫുൾ മീറ്ററിലേക്ക് ആക്കി മാറ്റുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഈ 100 2 സീറോ ഉള്ള ആളാണല്ലോ. അപ്പോൾ 2 പോയിൻറ്റ് മാറ്റി കുത്തിട്ട് 1.9 meter എന്ന് വേണം എഴുതാൻ. അടുത്തത് ഫുൾ സെൻറ്റിമീറ്ററിലാവുമ്പോൾ 1 meter എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ.
അതിൻ്റെ കൂടെ 90 സെൻറ്റിമീറ്ററും കൂടെ ആഡ് ചെയ്ത് 190 സെൻറ്റിമീറ്റർ എന്ന് വേണം എഴുതാൻ. ക്ലിയർ അല്ലേ? സം നമ്പേഴ്സ് ആർ മിസ്സിംഗ് in the lines where the factors of the numbers some numbers are missing in the lines where the factors of the numbers written. Fill in the missing parts. Question number 1 ഇതാണ്. 420 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചില നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയ പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 420 then 105 then what is 420 divided by 105 എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെയ്യാമേ. 420നെ അവർ 7 into 60 എന്ന് ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട്. 7 into 60 means 6 into 10 അല്ലേ? അപ്പം നമ്മൾ ഇവിടെ 10 എന്ന് കൊടുത്തു. then 7 into 6നെ അവർ 2 into 3 എന്നായിരിക്കും വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. 10നെ 2 into 5, അപ്പോൾ ആ 2 ഇവിടെ കൊടുക്കണം. ഇനി 105നെ 5 into 21 എന്ന് എഴുതി. 21നെ 3 into 3ൻ്റെ ടേബിൾ ചൊല്ലിയാൽ 3 1s are 3, 3 2s are 3 7s are 21. കണ്ടോ? അപ്പോൾ ആ 7 നമ്മളിവിടെ എഴുതണം. ഇനി 420 ഡിവൈഡ് ബൈ 105 ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ 420 നമുക്ക് എങ്ങനെ എഴുതാം? കണ്ടോ? ഇത്രയുമായിട്ട് 420 എഴുതത്തില്ലേ? 7 into 2 into 3 into 2 into 5 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ 105നെയോ 5 into 3 into 7. ഇനി ഒരുപോലെ താഴെ മുകളിലുള്ളതെല്ലാം നമുക്ക് വെട്ടി ദൂരെ കളയാം കേട്ടോ. 3യും ഈ 3യും വെട്ടിക്കളയാം. ഈ 7നും ഈ 7നും വെട്ടിക്കളയാം. ബാക്കി റിമൈനിങ് എന്തുണ്ട്? ഒരു 2 2 ഉണ്ട്. ദാറ്റ് ഈസ് 2 into 2 ആൻസർ ഈസ് 4 എന്ന് എഴുതാം. കണ്ടോ? 105 into 4 നോക്കിക്കേ. 4 5 20 റിമൈൻഡർ 2 4 2 zeros 0 plus 2 2 4 1s are 4. കണ്ടോ? 420. 105 into 4 ആണ് 420. കണ്ടോ? അല്ലെങ്കിൽ 420യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 105 കിട്ടും. 420യെ 105 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. ഓക്കെ. The graph below shows the unit of electricity used by household over a 6-month period. ഒരു ഇലക്ട്രിസിറ്റി ഉപഭോഗത്തിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ താഴെയുണ്ട്, അതുകൂടെ കാണിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത് വാസ് ദ മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഇൻ വിച്ച് മന്ത് വാസ് ഇറ്റ് ദ മിനിമം? ഏത് മാസമാണ് ഏറ്റവും കുറവ് ഉപയോഗിച്ചത്? ഇൻ വിച്ച് മന്ത് ഡിഡ് ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഗെറ്റ് യൂസ്ഡ്? ഒരേ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തത് ഏതൊക്കെ മാസങ്ങളിലാണ്? വാട്ട് വാസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ഫെബ്രുവരി? ഫെബ്രുവരി മാസത്തിൽ ഉപയോഗിച്ച കറണ്ടിൻ്റെ അളവ് എത്ര? വാട്ട് വാസ് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ജാനുവരി ആൻഡ് ജൂൺ? ജാനുവരിയിലും ഉപയോഗിച്ച കറണ്ടിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ചോദ്യം നമ്പർ 1, ഇൻ വിച്ച് മന്ത് വാസ് ദ മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചത് ഏതു മാസമാണെന്നാണ് ചോദ്യം. ആൻസർ എത്രയാണ്? ആൻസർ ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഏറ്റവും ഹൈറ്റ് കൂടിയത് എവിടെയാണ്? ഏപ്രിൽ മാസം. അപ്പോൾ ഓപ്ഷൻ എയുടെ ആൻസർ ഏപ്രിൽ. ദെൻ ഇൻ വിച്ച് മന്ത് വാസ് ഇറ്റ് ദ മിനിമം? ഏറ്റവും കുറവ് ഉപയോഗിച്ചിരിക്കുന്ന ഏത് മാസമാണ്? ഏറ്റവും ചെറിയ ഹൈറ്റ് കുറഞ്ഞ ബാർ ഏതാ? ജൂണിൽ. അപ്പോൾ ജൂൺ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത് ഡിഡ് ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി? ഒരേ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി വന്നത് എവിടെ? 200 ഉപയോഗിച്ചിരിക്കുന്നത് എവിടേക്കാണ്? മാർച്ച്, മെയ്. അടുത്തത്, വാട്ട് വാസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന എത്രയാണ്? ഫെബ്രുവരി മാസം ഉപയോഗിച്ചിരിക്കുന്നത് 150 യൂണിറ്റ് ആണ്. ഓപ്ഷൻ ഇ, വാട്ട് വാസ് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ജാനുവരി? ജാനുവരിയിലും പിന്നെ ഏത് മാസമാണ്? ജൂണിൽ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അളവ് വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ജാനുവരിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 100, ജൂണിൽ ഉപയോഗിച്ചിരിക്കുന്നത് 50. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 100 - 50, 50 യൂണിറ്റ്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കുക. ടീച്ചറിൻ്റെ ആൻസർ പുറകിൽ എഴുതാവേ. ഏത് മാസമാണ് കൂടുതൽ ഉപയോഗിച്ചത്? ഏപ്രിൽ. ഏറ്റവും കുറവ് ഉപയോഗിച്ചത് ജൂണിൽ. ഒരേ അളവ് ഉപയോഗിച്ചത് മാർച്ചിലും മെയ്യിലും. അതുപോലെ ഫെബ്രുവരി മാസത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് 150 യൂണിറ്റ്. ജൂണിലെയും ജാനുവരിയിലെയും തമ്മിലുള്ള ഡിഫറൻസ് 50 യൂണിറ്റ്. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഡീഷണൽ ക്വസ്റ്റ്യൻസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം. ടീച്ചർ അത് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമാവട്ടെ.